പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന്റെ അവർ പാർക്കുന്ന, അവർ താമസിക്കുന്ന ഇടങ്ങളിൽ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് കയറി ചെല്ലാനും പാടില്ല എന്ന വിഷയമാണ് നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. മറ്റെല്ലാ വിഷയങ്ങളിലും എന്ന പോലെ തന്നെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം ഈ വിഷയത്തിൽ എങ്ങനെയാണ് മറ്റൊരാളുടെ സ്വകാര്യ ഇടത്തേക്ക് സമീപിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. മറ്റൊരാളുടെ സ്വകാര്യ സ്ഥലത്തേക്ക് അവന്റെ അനുമതിയില്ലാതെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമവും പ്രധാനവുമായ കാര്യം. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നൂറിലെ 27-ാമത്തെ ആയത്ത് ഉദ്ധരിച്ച് നാം അത് മനസ്സിലാക്കി. രണ്ടാമതായി നാം പറഞ്ഞത് മറ്റൊരാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ വാതിലിന് നേരെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമതായി നാം പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് നാം അക്കാര്യം മനസ്സിലാക്കി. മറ്റൊരു കാര്യം പറഞ്ഞത് മറ്റൊരാളുടെ സ്വകാര്യ സ്ഥലത്തേക്ക് നോക്കാൻ പാടില്ല എന്നുള്ള വിഷയമാണ് മറ്റൊരു പോയിന്റായി നാം പറഞ്ഞത്. അതും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് ഉദ്ധരിച്ച് നാം പറഞ്ഞു. ഏതുവരെ എന്ന് ചോദിച്ചാൽ, അനുവാദമില്ലാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് നോക്കുകയും ആ വീട്ടുകാരൻ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്താൽ വരെ ആ നോക്കിയ ആൾക്ക്, ആ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആൾക്ക് പ്രതിക്രിയയില്ല എന്ന് നാം മനസ്സിലാക്കി. മറ്റൊരു കാര്യം പറഞ്ഞത് വളരെ ഗൗരവത്തോടെ കാണുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് നാം പറഞ്ഞു വരുന്നത്. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഒരാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക്, സ്വകാര്യ ഇടത്തേക്ക് നാം കയറി ചെന്നു, അനുവാദത്തോടെ നാം കയറി ചെന്നു. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടുകാരൻ ചോദിക്കുകയാണ്, ആരാണ് എന്ന് ചോദിച്ചു. സാധാരണ നാം ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരാണ് എന്നുള്ളത്. വീട്ടുകാരൻ സ്വാഭാവികമായും ചോദിക്കും ആരാണെന്നുള്ളത്. അപ്പോൾ മറുപടി പറയേണ്ടത് എങ്ങനെയാണ്? നാം ഒക്കെ ചിലപ്പോൾ മറുപടി പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്നാണ് പലരുടെയും മറുപടി. ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്നാണ് നമ്മൾ പലരുടെയും മറുപടി. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, അതല്ല മറുപടി പറയേണ്ടത്. ലൈസ ഫീഹി തഅരീഫുൻ ബിൽ മുസ്തഅ്ലിൻ. മഹാന്മാരായ ഇമാമുകളൊക്കെ അവിടെ വിശദീകരണം പറഞ്ഞത് അങ്ങനെയാണ്. ഒരാൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് മറുപടി പറഞ്ഞാൽ ആ മറുപടിയിൽ ആഗതനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലില്ല. ആരാണ് അനുവാദം തേടുന്നത് അവനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ, അവനെ കുറിച്ചുള്ള അറിവ് ഞാനാണ് എന്ന് പറയുന്നതിൽ ലഭ്യമല്ല എന്ന് അവിടെ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ചെല്ലുകയാണ്. അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബീ. സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പിതാവിന് ഒരു കടമുണ്ടായിരുന്നു, കടബാധ്യതയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസവിധത്തിലേക്ക് ചെല്ലുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫദഖത്തുൽ ബാബ. ഞാൻ അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വാതിൽ മുട്ടി.
അപ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, മൻദാ, ആരാണ് പുറത്തു വന്നിരിക്കുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അന. ജാബിർ റളിയല്ലാഹു അൻഹു നാമൊക്കെ മറുപടി പറയുന്നത് പോലുള്ള മറുപടിയാണ് അവിടെ പറഞ്ഞത്. അന അന, ഞാനാണ് നബിയെ, ഞാനാണ് ഹബീബെ എന്ന് മറുപടി പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅന്നഹു കരിഹഹാ, ഈ ഞാനാണ് എന്നുള്ള മറുപടി അത് അള്ളാഹുവിന്റെ റസൂൽ വെറുത്തതുപോലെ എനിക്ക് മനസ്സിലായി. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാനാണ് എന്നുള്ള മറുപടി വെറുത്തതുപോലെ എനിക്ക് മനസ്സിലായി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ മറുപടി പറയേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നയാളാണ്, ഞാൻ അബ്ദുൽ ഖാദിറാണ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അബൂബക്കറാണെന്നുള്ള പേര് തെളിച്ചുള്ള വ്യക്തമായ മറുപടിയാണ് പറയേണ്ടതെന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹദിയായ സ്വഹാബി വനിതയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസവിധത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഫവജദ്തുഹു യഗ്തസിലു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോൾ, അവിടുത്തെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കുളിക്കുകയാണ്. വഫാത്തിമതു ഇബ്നതുഹു തസ്തുറുഹു, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പുത്രിയായ മഹദിയായ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ മറച്ചു പിടിക്കുകയാണ്. കുളിക്കുമ്പോൾ മറ വേണമല്ലോ. അപ്പോൾ ഇക്കാലത്തെ പോലെയുള്ള ആധുനിക കുളിമുറി സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് മഹദിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിനെ ഇങ്ങനെ ഒരു തുണി ഉപയോഗിച്ച് ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ശബ്ദം കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ ഹാദിഹി, ആരാണ് ഈ കടന്നു വരുന്നത്? അപ്പൊ ഉമ്മു ഹാനി തങ്ങൾ പറയുകയാണ്, അന ഉമ്മു ഹാനി ബിന്തു അബീ ത്വാലിബ്, ഞാൻ ഉമ്മു ഹാനി ആണ്. അവിടെ നിർത്തിയില്ല, ബിന്തു അബീ ത്വാലിബ്, അബൂ താലിബിന്റെ പുത്രിയായ ഉമ്മു ഹാനി ആണ് റസൂലെ ഞാൻ എന്ന് മഹദിയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ അവിടെ വളരെ വ്യക്തമായി മറുപടി നൽകുകയാണ്. അങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ അബ്ദുൽ ഖാദിറാണ്, ഞാൻ മുഹമ്മദാണ്, അല്ലെങ്കിൽ എന്താണോ പേര് അത് വച്ചാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്നല്ല മറുപടി പറയേണ്ടത്. ആരാണോ അവന്റെ പേര് കൃത്യമായി പറയണമെന്നാണ് മഹദിയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഈ സംഭവം ഉദ്ധരിച്ച് പറയുന്നത്. മാത്രമല്ല, ഇനി ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പേരിൽ രണ്ടാളുണ്ട് എന്ന് വിചാരിക്കുക. ഒരു നാട്ടിൽ ധാരാളം മുഹമ്മദ്മാരുണ്ട്, അല്ലെങ്കിൽ ധാരാളം അബൂബക്കറുണ്ട്, ധാരാളം അബ്ദുൽ ജബ്ബാറുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഒരേ പേരിൽ അറിയപ്പെടുന്നവർ ധാരാളമുണ്ട് എങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെയും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ മനോഹരമായ മാതൃക നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. അല്ലെ, എല്ലാവരും കൂടിയിട്ട് അബൂബക്കറാണ്, ഞാൻ അബൂബക്കറാണെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ 10 അബൂബക്കർ ഉണ്ടെങ്കിൽ ഏത് അബൂബക്കറാണെന്നാണ് മനസ്സിലാക്കേണ്ടത്? അതും പാടില്ല. ഒരിക്കൽ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ ഒരു പെരുന്നാൾ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു സമയത്താണ്, ആ ഒരു സാഹചര്യത്തിലാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെയും അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ആരാണ് ഈ കടന്നു വരുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹാദിഹി സൈനബ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സൈനബാണ് ഈ കടന്നു വരുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ ചോദിക്കുകയാണ്, അയ്യു സൈനാനിബ്, ഏത് സൈനബാണ്? അല്ലെ, അബൂബക്കറാണെന്ന് പറഞ്ഞാൽ മുഹമ്മദാണെന്ന് പറഞ്ഞാൽ ധാരാളം മുഹമ്മദ്മാരുള്ള ഒരു നാട്ടിൽ അബൂബക്കറാണെന്ന് പറഞ്ഞാൽ ഏത് അബൂബക്കറാണ്? സ്വാഭാവികമാണ്. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ ചോദിക്കുകയാണ്, സൈനബ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അയ്യു സൈനാനിബ്, ഏത് സൈനബാണ് ഈ വന്നിരിക്കുന്നത് എന്ന്
അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. ആ സമയത്ത് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇംറഅത്തു ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഭാര്യയായ സൈനബാണ് വന്നിരിക്കുന്നത് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്. അല്ലെ, സൈനബ് എന്ന് പറഞ്ഞാൽ ധാരാളം സൈനബുമാരുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഭാര്യമാരായി, അല്ലെങ്കിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം സൈനബുമാർ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കാൻ പ്രയാസം വരും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച അയ്യു സൈനബ്, ഏത് സൈനബാണ് ചോദിച്ചത്. ആ സമയത്താണ് കൃത്യമായ മറുപടി മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇംറഅത്തു ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഭാര്യയായ സൈനബാണ് വന്നിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി പറയുകയാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, ഒരാൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാരൻ ആരാണ് വന്നിരിക്കുന്നത് എന്ന്, ആരാണ് ആഗതനായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് മറുപടി പറയുന്നത് ശരിയല്ല. ആഗതൻ കൃത്യമായ മേൽവിലാസം, കൃത്യമായ അവന്റെ അടയാളം, കൃത്യമായ അവന്റെ പേര് വിവരം ആ വീട്ടുകാരനെ അറിയിക്കണമെന്നാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം തേടണമെന്ന് നാം മുമ്പേ പറഞ്ഞിരുന്നു. അനുവാദം തേടിയിട്ട് ഒരാൾക്ക് അനുവാദം ലഭിച്ചില്ല എങ്കിൽ ഫൽ യൻസരിഫ്, അവൻ അവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അനുവാദം ചോദിക്കുന്നത് 3 പ്രാവശ്യമാണ് ചോദിക്കേണ്ടത്. 3 പ്രാവശ്യത്തിലധികം അനുവാദം തേടാൻ പാടില്ല. അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു, മറുപടിയില്ല. വീണ്ടും അസ്സലാമു അലൈക്കും, രണ്ടാമതും സലാം പറഞ്ഞു, മറുപടിയില്ല. മൂന്നാമതും അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു, മൂന്നാമതും മറുപടി വരുന്നില്ല എങ്കിൽ ഫൽ യൻസരിഫ്, അവൻ അവിടുന്ന് പിരിഞ്ഞു പോകട്ടെ, മടങ്ങി പോകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ 4ാമത് അവിടെ അനുവാദം തേടാൻ പാടില്ല എന്നാണ്. അനുവാദം എന്നത് 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യത്തിലധികം 4ാമത് അവിടെ അനുവാദം തേടാൻ പാടില്ല. അതിന് കാരണം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ വീട്ടുകാരൻ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരൻ ഈ ആഗതനായിരിക്കുന്ന ആ മനുഷ്യനെ സ്വീകരിക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ വീട്ടിൽ ആളുകൾ ഉണ്ടായിക്കാണില്ല. ഏതുമാകട്ടെ 3 പ്രാവശ്യം അനുവാദം തേടിയിട്ട് അവന് അനുവാദം ലഭിച്ചില്ല എങ്കിൽ അവൻ മടങ്ങിപ്പോകണമെന്നാണ് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തെ തിരുശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തില് ഒരാൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വരികയാണ്. ആഗതൻ വരുന്നത് അബൂ മൂസ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടി വരുന്നത്. അനുവാദം ചോദിക്കുകയാണ്. 3 പ്രാവശ്യം അനുവാദം ചോദിച്ചു. പക്ഷേ അനുവാദം വളരെ വലിയ സംഭവമാണ്, ചരിത്രമാണ്. 3 പ്രാവശ്യം അനുവാദം ചോദിച്ചു, അനുവാദം ലഭിച്ചില്ല. അങ്ങനെ ഫൻസറഫ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. അനുവാദം ലഭിക്കാത്തത് കൊണ്ട് മടങ്ങിപ്പോവുകയാണ്. പിന്നീട് എപ്പോഴോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് തങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, മാ റജഅക, താങ്കൾ എന്താണ് അന്നങ്ങനെ വന്നപ്പോൾ 3 പ്രാവശ്യം അനുവാദം എന്റെ അടുക്കൽ വന്നിട്ട് 3 പ്രാവശ്യം അനുവാദം തേടിയിട്ട് അനുവാദം ലഭിക്കാതെ വന്നപ്പോൾ താങ്കൾ എന്താണ് ഇങ്ങനെ മടങ്ങിപ്പോകാൻ കാരണം? മാ റജഅക, താങ്കൾ എന്താണ് ഇങ്ങനെ മടങ്ങിപ്പോകാൻ കാരണം എന്ന് ചോദിച്ചു. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് തങ്ങൾ പറയുകയാണ്, വഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദസ്തഅദന അഹദുകും സലാസൻ ഫലം യുഅദൻ ലഹു ഫൽയൻസരിഫ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും 3 പ്രാവശ്യം അനുവാദം തേടിയിട്ട് ഫലം യുഅദൻ ലഹു, അവന് അനുവാദം നൽകപ്പെട്ടില്ല എങ്കിൽ ഫൽ യൻസരിഫ്, അവൻ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ, പിന്നെ അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഞാൻ ഇങ്ങനൊരു ഹദീസ് കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് താങ്കൾ ഈ ഹദീസ് പറഞ്ഞതിന് എനിക്ക് താങ്കൾ തെളിവ് കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെയൊക്കെ മാതൃക. ഹദീസ് പറഞ്ഞാൽ അതിന് തെളിവ് കൊണ്ടുവരണം. അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തെളിവ് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, താങ്കൾ എനിക്ക് തെളിവ് കൊണ്ടുവന്നില്ല എങ്കിൽ 3 പ്രാവശ്യം അനുവാദം തേടിയിട്ട് അനുവാദം ലഭിക്കാത്ത അവസരത്തിൽ തിരികെ പോകണമെന്ന് പറയുന്ന ഈ ഹദീസിന് താങ്കൾ എനിക്ക് തെളിവ് ഹാജരാക്കിയില്ല എങ്കിൽ
ഞാൻ നല്ല ചാട്ടവാറ് കൊണ്ട് താങ്കളെ ശകാരിക്കും, താങ്കളെ ശിക്ഷിക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്. അത് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് തങ്ങൾക്ക് പേടിയായി. ഉടൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി സ്വഹാബത്തിനടുത്ത് അന്വേഷിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ മഹാനായ അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അബൂ സഈദ് അൽ ഖുദരി തങ്ങളെയും കൂട്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ വന്ന് ഹദീസ് പറഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അംഗീകരിച്ചത്. 3 പ്രാവശ്യം അനുവാദം തേടിയിട്ട് അനുവാദം ലഭിച്ചില്ല എങ്കിൽ മടങ്ങിപ്പോകണമെന്ന ഹദീസ് അംഗീകരിച്ചത് അബൂ സഈദ് അൽ ഖുദരി തങ്ങളുടെ സാക്ഷിത്വം കൊണ്ടാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് അംഗീകരിച്ചത്. അങ്ങനെ അനുവാദം കൊടുത്തു. അത് അദ്ദേഹം കയറി. എന്നിട്ട് അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയുകയാണ്, ഈ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് തങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, അല്ലെ, അബദ്ധം പറ്റി പോയി കഴിഞ്ഞാൽ തിരുത്തണമല്ലോ. നമുക്കൊക്കെ പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവമാണിത്. നാം പറഞ്ഞത് പെശകാണെങ്കിൽ, നാം ചെയ്തത് തെറ്റാണെങ്കിൽ, നാം പറഞ്ഞത് മോശമാണെങ്കിൽ അത് തിരുത്തിയെടുക്കുക എന്നുള്ളത്, അത് ക്ഷമാപണം തേടുക എന്നുള്ളത് നല്ല ആളുകളുടെ ലക്ഷണമാണ്. ഇവിടെ അങ്ങനെയാണ് കണ്ടത്. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് തങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അൽഹാനി അൻഹു അസ്ഫഖ ഫിൽ അസ്വാഖ്. ഞാൻ ഇങ്ങനെ അന്ന് താങ്കൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് താങ്കളെ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നത്, തൊട്ടപ്പുറത്തൊരു മാർക്കറ്റ് ഉണ്ട്, അതിൽ ക്രയവിക്രയങ്ങൾ നടക്കുന്ന, അവിടെ വ്യാപാരങ്ങൾ നടക്കുന്ന, അവിടുത്തെ ഒച്ചപ്പാട് കാരണമായിട്ട് എനിക്ക് താങ്കളെ ശ്രദ്ധിക്കാനും താങ്കളെ കേൾക്കാനും കഴിയാതിരുന്നത്. അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞതിനെ ഞാൻ ഇതാ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് തങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു എന്ന് മഹാന്മാരായ ഈ മുത്തുകൾ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇനിയുമുണ്ട്. ഒരാൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പാലിക്കേണ്ട അദബുകളും മര്യാദകളും അവിടെ പുലർത്തേണ്ട ആ രീതികളും ശൈലികളും ഒക്കെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സവിസ്തരം, വളരെ വിശാലമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നാം വളരെ വിശാലമായി മനസ്സിലാക്കുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.